എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ ചാനലിൽ നിർത്തി പോയിട്ടുണ്ടാവുമെന്ന്. എന്തായാലും ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരണം എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ തമന്നയുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തമന്ന എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു തമന്നയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യവുമില്ല. അപ്പൊ നമ്മുടെ പാവങ്ങളുടെ തമന്നയെ കുറിച്ചിട്ട് നമ്മൾ ഒരു വാക്ക് മിണ്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ട് മെഴുകാൻ നിൽക്കുന്ന കമന്റിടൽ തൊഴിലാളികളെ ഒന്നും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചാനലുകളുടെയും കമന്റ് ബോക്സിൽ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും കമന്റിടൽ തൊഴിലാളികളൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നു. പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവളുടെ പോക്ക് ശരിയല്ല, ഇവൾ കുറച്ചധികം ഓവറാണ്, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും, എന്നാൽ വേറെ ചില ആളുകൾ ഉണ്ടെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ പാവം കുട്ടിയായിരുന്നു, ആ കുട്ടിയെ കുറച്ചധികം നെഗറ്റീവ് ഓളുകൾ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞാണ് ദേ വാശിയേറ്റി പുള്ളിക്കാരത്തെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് മെഴുകുന്ന ആളുകളും കുറവൊന്നുമല്ല. അപ്പോൾ അത്തരക്കാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെ മറ്റുള്ളവർ വാശിയേറ്റി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ തരം താഴ്ന്നു പോകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നാമതായിട്ട് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് 2 കുട്ടികളുടെ അമ്മയാണ് എന്നൊക്കെ അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കമന്റ് ഇടുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി ഒരു ആഴ്ച കൂടി അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ന്യായീകരിച്ചിട്ടുള്ള നിങ്ങളൊക്കെ അത്ര പോലും സപ്പോർട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഒരു കാലം വിദൂരമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതായത് ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തമന്ന ഒരു ലൊക്കേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ സിനിമ സീരിയൽ ഷൂട്ടൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒക്കെ കഴിയാണ്. പക്ഷേ ഇവരുടെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതല്ല. ഇവരുടെ തന്നെ പൈസ കൊടുത്ത് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന കുറച്ച് അധികം മീഡിയക്കാരുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ തന്നെ ഒട്ടും ബ്രേക്ക് എടുക്കാതെ തന്നെ അവരുടെ വർക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരത്തി തിരിയുന്നു, മറിയുന്നു, നിൽക്കുന്നു, അങ്ങനെ എല്ലാം അപ്പോഴും എടുത്തിട്ട് വീഡിയോ ആക്കുകയും അതുപോലെ തന്നെ എന്ത് കാര്യം സംസാരിച്ചാലും എന്തൊക്കെ ചർച്ചകൾ നടന്നാലും അതൊക്കെ അപ്പോഴ് ക്യാമറയിൽ ഒപ്പി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവർ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മീഡിയാസ് വഴിയൊക്കെ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് ഷൂട്ടിംഗ് സ്ഥലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ സിനിമയിലായാലും സീരിയലിലായാലും മറ്റ് ഏതിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും ആക്ഷൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, കട്ട് പറയുമ്പോൾ അത് അവിടെ തീരും ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇവർ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കട്ട് എന്നൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ അഭിനയം തീരില്ല. വീണ്ടും അവിടെ കിടന്ന് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അപ്പോഴും ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെയുള്ള ജനങ്ങൾ പ്രതികരിച്ച് കഴിയുമ്പോൾ കുറച്ചധികം ആളുകൾ കുരുവുമായിട്ട് വരും. ഇവർ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടതാണ്, ഞാൻ 1-2 പേരെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട്, അതായത് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഇവര് ഇത്രയധികം ഓവർ ആയത് കാരണം ഇവരുടെ പ്രിയ സഖിമാരായിട്ടുള്ള 2-3 യൂട്യൂബേഴ്സ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരത്തികൾ വന്നിട്ടുള്ളത്. എത്ര തള്ളി പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി തമന്ന എന്ന് പറയുന്ന നമ്മുടെ, അതായത് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് തമന്ന എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും. അതാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത്ര നാളും നിങ്ങൾ കട്ടയ്ക്ക് അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ അവർക്കെതിരെ വന്നിട്ടുള്ളതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നെഗറ്റീവായി അവരെ പറ്റിയിട്ട്. സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും കാലുമടക്കി അടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ അവരെ കുറിച്ചിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂരത്തെറി കേൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കളം മാറ്റി ചവിട്ടി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കമന്റ് ഇടുന്ന ആളുകളൊക്കെ നേരെ തിരിഞ്ഞിട്ട് തമന്നയ്ക്ക് അനുകൂലമായിട്ട് കമന്റ് ഇടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മറുകണ്ഠം ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് ഞാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടില് സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ചോറ് വാരി കൊടുക്കാനായിട്ട് ഇവർ വീട്ടിൽ നിൽക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവർ തിരക്കിൽ പെട്ടുപോയിരിക്കുകയാണ്. കാരണം ഒരു കുടുംബം മുഴുവനും നോക്കണ്ടേ. അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഇവരുടെ ചുമലിലാണല്ലോ. അച്ഛന്റെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും മക്കളുടെ കാര്യമായാലും. മൂത്ത മകന് ടിപ്പ് കൊടുക്കണമെങ്കിലും ഇവർ കിടന്ന് കഷ്ടപ്പെട്ടേ മതിയാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിൽ പോലും കയറാൻ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവരുടെ ഇളയ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ പോലും ഇവർക്ക് നേരമില്ല. എന്നാലും ആ ഒരു സങ്കടം ഇവർ തീർക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ തന്നെ
വർക്ക് ചെയ്യുന്ന ചില കണ്ണാപ്പികൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്താണ് ഇവർ അവരുടെ സ്വന്തം പുത്രനെ ഊട്ടാൻ പറ്റാത്തതിന്റെ ആ ഒരു സങ്കടം തീർക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊരു മൂത്ത മകനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മച്ചി എത്രയൊക്കെ ഗോസിപ്പുകളിൽ പെട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ആര് എന്ത് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും പച്ച തെറി വിളിച്ചാൽ പോലും ആ മകന് യാതൊരു പ്രശ്നവുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പണം തന്നെയാണ് മുഖ്യം. അവൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പോക്കറ്റ് മണിയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവൻ ഫോൺ വിളിച്ച് ഈ പറയുന്ന അമ്മച്ചിയോട് പറയും, അമ്മച്ചി കുറച്ച് പൈസ ഇങ്ങോട്ട് ഇട്ടതാന്ന് പറയും. അമ്മച്ചി അവിടെ നിന്നിട്ട് 10-100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയായി. അവനെ ഈ പറയുന്ന കണക്ക് അവന്റെ വട്ടച്ചിലവുകൾക്കൊക്കെയുള്ള പൈസ അതുവഴി കിട്ടുന്നു. അവന് ആ ഒരു പൈസ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മകനാണെങ്കിൽ ഈ അമ്മച്ചി എന്ത് കാണിച്ചാലും എന്ത് കോലം കാണിച്ചാലും സമൂഹത്തിന് മുന്നിൽ എത്ര മാനക്കേട് വരുത്തി കഴിഞ്ഞാലും വേറെ വിഷയമൊന്നുമില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണുപിള്ള ഈ പറയുന്ന മൂത്ത മകന്റെ അമ്മയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കും, ആദ്യം ഒന്ന് എതിർപ്പ് പ്രകടിപ്പിച്ച് നോക്കും, അതിൽ കേട്ടില്ലെങ്കിൽ പറഞ്ഞു നോക്കും സ്ട്രോങ് ആയിട്ട്, എന്നിട്ടും കേട്ടില്ലെങ്കിൽ നാട് ചവിട്ടി ഓടിച്ച് ഒരിടത്ത് ഇടും. പക്ഷെ ഇത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ അമ്മയല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ പിന്നെ ഇവൻ മറ്റൊരിടത്താണ് താമസിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവന് ഈ ഒരു കിളവിയുടെ പിന്നാലെ പോവേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ വിചാരിക്കുന്നു എങ്ങനെ പോയാൽ എനിക്ക് എന്താണ്, ചോദിക്കുന്ന സമയത്ത് പൈസ അയച്ചു തരുന്നുണ്ടല്ലോ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ATM കാർഡ് മാത്രമാണ്. അവന് ആവശ്യമുള്ളപ്പോൾ ക്യാഷ് എടുക്കാനുള്ള ഒരു ഉപകരണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ATM കാർഡ് മാത്രമാണ്. അവന് പൈസ വേണം എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് വിളിച്ച് പറയുന്നു, അമ്മച്ചി പൈസ ഇട്ട് കൊടുക്കുന്നു, ആ ഒരു പൈസ മാത്രം മതി. അപ്പോൾ എന്തായാലും നാണം കെട്ട ആളുകളോട് എന്ത് പറയാനാണ്, എന്തൊക്കെ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു സ്ത്രീ ഇപ്പോൾ കുറച്ച് ഓവർ എന്നുള്ളതല്ല, കുറച്ച് അധികം ഓവറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്ര നാളും ഇവരെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അയ്യോ നമ്മളൊക്കെ വിമർശിക്കാറുണ്ടെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഒട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോ പ്രവൃത്തികളിൽ കൊണ്ടും ഇവർ തന്നെ അത് ഇല്ലാതാക്കി എന്ന് പറയുന്നതായിരിക്കും വാസ്തവം. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കണ്ണാപ്പിക്കളി തുടരട്ടെ, വിവാദങ്ങളുമായിട്ട് ഈ പറയുന്ന പെണ്ണുപിള്ള മുന്നോട്ട് പോകട്ടെ, വിമർശനങ്ങളുമായിട്ട് പിന്നാലെ നമ്മളും ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. തെറി വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് വിളിക്കാം. പ്രത്യേകിച്ച് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറെ എണ്ണത്തിന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ കമന്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കാനും അവരെ വിമർശിക്കുന്നവർക്കും മറുപടി കൊടുക്കാനായിട്ട് അവർ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം നിങ്ങളുടെയും വയറ്റിപ്പഴപ്പാണല്ലോ ഈ കമന്റ് ഇട്ട് പോരുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.